ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രവും വേദയും ഇങ്ങനെ അമ്പലത്തിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ മാല ചാർത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ രണ്ടാളും ഇനി മാല കയ്യിലെടുത്തോളൂ എന്ന് ശാന്തി പറയുമ്പോഴത്തേക്കിന് രണ്ടാളും മാല കയ്യിലെടുക്കുന്നുണ്ട്. എന്നിട്ട് പരസ്പരം ചാർത്തിക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശിയും എല്ലാവരും സന്തോഷത്തോടു കൂടി ചിരിക്കുവാണേ. വിക്രം ഇങ്ങനെ മനസ്സിൽ നേരത്തെ വിചാരിക്കുന്നുണ്ട് കേട്ടോ, പിടിച്ച് കെട്ടി താലി കെട്ടിയതല്ലേ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ടും വിക്രത്തിൻ്റെ മുഖം ഇങ്ങനെ ചുളുങ്ങി തന്നെ കേട്ടോ, നെറ്റി ചുളുങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പോൾ വേദം ഇങ്ങനെ വിക്രത്തിനെ നോക്കുന്നൊക്കെ ഉണ്ട്, മാലയെടുത്ത് കഴുത്തിലോട്ട് ഇടണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുവാണേ. അപ്പോൾ എന്താണെങ്കിലും വേദയ്ക്ക് അങ്ങനെയുള്ള മൈൻഡൊന്നും ഇല്ല. നല്ല രീതിയിൽ തന്നെ നല്ല മനസ്സോടുകൂടി മാലയെടുത്ത് ചാർത്താനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും ഒരു നിമിഷം എന്ന് പറയുവേ മുത്തശ്ശിയെ. അപ്പോഴത്തേക്കിനും ഞാൻ ഈ ഫോണൊന്ന് എടുത്തോട്ടെ, എനിക്കൊരു വീഡിയോ ഒരു ഫോട്ടോ എടുക്കണം, അത് സെറ്റാക്കിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും. ഇനി പരസ്പരം മാല ഇട്ടോളൂ എന്ന് പറയും കേട്ടോ. അന്നേരത്തേക്കും നമ്മുടെ വേദ വിക്രത്തിൻ്റെ കഴുത്തിൽ മാല അണിയിക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ പിന്നെ വിക്രമാണല്ലോ വേദയുടെ കഴുത്തിൽ ഇടിയിപ്പിക്കേണ്ടത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ വേദനെ ഒന്ന് നോക്കും കേട്ടോ. അപ്പോൾ രണ്ടാളും ഇങ്ങനെ മുഖത്തോട്ട് മുഖമൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ കഴുത്തിൽ കൂടെ തലയിലോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്നുണ്ട് ഇങ്ങനെ ഇട്ടുവിടുവേ. അപ്പം മാല ഇങ്ങനെ പെട്ടെന്ന് താഴോട്ട് ഇങ്ങനെ ചാടുന്ന പോലെ വരുവാണേ. അന്നേരത്തേക്കിനും വേദയ്ക്ക് ഇത് ഇങ്ങനെ തന്നെ വിക്രം ചെയ്യുള്ളൂ എന്നുള്ള മനസ്സോട് കൂടിയിട്ട് ഇങ്ങനെ വേദയിൽ നിൽക്കുവാണ് കേട്ടോ. പിന്നെ മാഷിനെയും അമ്മേനെയും എല്ലാവരും കാണിക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇനി തിരുമേനിക്ക് ദക്ഷിണ കൊടുത്തോളൂ എന്ന് പറയുവേ. അന്നേരത്തേക്ക് നമ്മുടെ കമലമ്മ ദക്ഷിണ കൊണ്ട് നമ്മുടെ വേദയുടെ കയ്യിലൊക്കെ കൊടുക്കും കേട്ടോ. വിഷം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സന്തോഷത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് വേദ ഇത് നമ്മുടെ തിരുമേനിക്ക് ദക്ഷിണയൊക്കെ കൊടുക്കുവാണ്. പിന്നെ നമ്മുടെ വിക്രവും ദക്ഷിണയൊക്കെ കൊടുക്കും കേട്ടോ. നമ്മുടെ മാഷും എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ പറയുക, ആദ്യം മുത്തശ്ശിയുടെ അനുഗ്രഹം തന്നെ മേടിക്കാമെന്ന് പറയുവേ. നിൽക്കുമെന്ന് പറയാം അപ്പോൾ മുത്തശ്ശിയെ. എന്നിട്ട് വിനായക എന്ന് വിളിക്കുവേ. ഇനിയിപ്പം ആശീർവാദം കൊടുത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആദ്യം വിനായകൻ ഇങ്ങനെ ഓടും വരും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി നമ്മുടെ മൊബൈൽ ഫോൺ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് വിനായകൻ്റെ കയ്യിലോട്ട് കൊടുക്കുവേ. ഇതിനായിരുന്നു തള വിളിച്ചതെന്ന് ഇങ്ങനെ മനസ്സിൽ പറയും കേട്ടോ. എന്നിട്ട് മോള് വാന്നും പറഞ്ഞുകൊണ്ട് രണ്ടാളും കാലിൽ തൊട്ട് തൊഴുന്നുണ്ട് മുത്തശ്ശിയുടെ. നന്നായി വരുമെന്നിങ്ങനെ അനുഗ്രഹിക്കുക. എന്നിട്ട് പറയും, ഇനി അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ പറയുക. എന്നിട്ട് രണ്ടാളും കൂടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി നിൽക്കും കേട്ടോ. അപ്പം മാഷ് അതിന് മുന്നേ നമ്മുടെ മാഷ് പറയുന്നുണ്ട്, കാലെ പിടിക്കുന്ന പറയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒന്നും ആവശ്യകതയില്ല, ചടങ്ങ് കഴിഞ്ഞല്ലോ പോകാമെന്ന് പറയുക. അപ്പോഴത്തേക്കിനും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ, അച്ഛൻ്റെ അമ്മയുടെ കാല് പിടിക്കാതെ എങ്ങനെ ചടങ്ങ് കഴിയാനാ, നീ അങ്ങോട്ട് മാറി നിൽക്കടാ സുധാകര എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. എന്താണേലും കാലെ പിടിക്കാൻ പോകുമ്പോൾ അച്ഛൻ പുറകിലോട്ട് മാറുന്നുണ്ട്. പിന്നെ രണ്ടാളും കൂടെ അമ്മയുടെ കാല് പിടിക്കുവേ. എന്നിട്ട് പിന്നെ നമ്മുടെ മുത്തശ്ശി രണ്ടുപേരും കൂടെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ട് പറയുവേ, മോളെ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സമോ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോൾ ഈ മൂർത്തിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുക, സകല പ്രശ്നങ്ങളും മാറുമെന്ന് പറയും കേട്ടോ. ഭഗവാനെ പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, അത് മനസ്സിൽ വെച്ചേക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ വേദം ഇങ്ങനെ